ലഗ്നേഷു യതികേന്ദ്രക ഗലുബലിരാശോ ചരേശാംശകേ പ്രശ്ന സ്വസ്ഥഗത. ലഗ്നാധിപന്റെയും ബൃഹസ്പതിയുടെയും ദൃഷ്ടി ലഗ്നത്തിലേക്കായതിനാൽ ശുഭലക്ഷണ കാട്ടണത്. മേടം ലഗ്നമായി വരെയും ശശി, കുജൻ, ഗുരു എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ച് ബലവാന്മാരായി നിൽക്കുകയും ചെയ്താൽ സകല ശത്രുക്കളെയും നിസ്സാരമായി ദുരീകരിച്ച് സർവഭൂമിയെയും രക്ഷിക്കാനുതകുന്ന ജന്മമാകുവാൻ വിധി. സർവരെയും രക്ഷിക്കണത്രേ. വാണവരുടെ പ്രീതി സമ്പാദിക്കാൻ പറയണതല്ലേ ഇതെല്ലാം. ദ്വിജന്മാർക്ക് ഷോഡശക്രിയകൾ ഉള്ളതിനാൽ 16 സംസ്കാരങ്ങളിൽ പലതും പൂർത്തീകരിക്കേണ്ടതുണ്ട്. തിരുമേനി പറഞ്ഞോളൂ. ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, നാമകരണം, നിഷ്കരണം, അന്നാപ്രാശം, ചൂടാകരണം, കർണവേദം, ഉപനയനം, വേദാധ്യായനം, കേശാന്തം, സ്നാനം, വിവാഹം, വൈവാഹികാഗ്നിചമയം, അനാഗ്നിചയനം, ഈ ചടങ്ങുകളെല്ലാം ബ്രാഹ്മണ്യത്തിന് പഥ്യം. എല്ലാം തിരുമേനി പറയുന്ന പോലെ നടത്താം. ഒക്കെ ഭഗവാൻ നിശ്ചയിച്ചാലേ നടക്കൂ. പുല്ലാറ്റുപുരം ഗണിച്ച് കാണുന്നത് പറയാൻ വൈകണ്ട. ഗ്രഹങ്ങൾ ഭാവനാഥന്മാരായി വരുന്ന ക്രമത്തിൽ ശുഭന്മാരോടൊപ്പം തന്നെ പാപഗ്രഹങ്ങളും ശക്തർ തന്നെ. ഫലത്തിൽ എന്തെങ്കിലും അനിഷ്ടമുണ്ടെന്ന് വെച്ചാ അതും പറയണം. ജാതകന്റെ ജന്മനാഴിക നിശ്ചല്യ. കുഞ്ഞിനെ ദർശിച്ച നാഴിക വച്ച് ഗണിക്കുമ്പോ ഉണ്ടാവണ വൈഷമ്യം ജന്മം പോലെ തന്നെ കുഞ്ഞിന്റെ പ്രവൃത്തിയും നിലനിൽപ്പും പ്രവചനാതീതം എന്ന് സാരം. അത് സാരല്ല തിരുമേനി. ഉണ്ണിയുടെ ആയുസ് അളക്കാനോ പ്രവൃത്തി മനസ്സിലാക്കാനോ ആരും ഇവിടെ മുതിരണില്ല. കാര്യങ്ങൾ വഴിക്ക് നടക്കട്ടെ പുല്ലാറ്റുപുറം. വഴിയെ വരുന്ന വേലയ്ക്ക് മുമ്പേ കപ്പം കൊടുക്കേണ്ടതുണ്ടോ? ചടങ്ങുകൾക്കായുള്ള മുഹൂർത്തം പറഞ്ഞാലും. അങ്ങനെ വരുമ്പോ ഉദയാൽപരം 2 നാഴിക 7.5 വിനാഴിക ചെന്നപ്പോ ഇടവരാശി ലഗ്നത്തിൽ ജനനം. മിഥുനക്കൂറിൽ മകേര്യം നക്ഷത്ര ജാതസ്യ നാമകരണവും അന്നാപ്രാശവും നടത്തി നാമം ആലോകരെ അറിയിക്കാം. എല്ലാം ശുഭായിക്കൊള്ളുന്നു വിശ്വസിക്കുക. ആ അതന്നെ. എന്തേ തമ്പുരാനുണ്ടായേ? ഒന്നുമില്ല പാറുട്ടിയെ. നോമിന്റെ വിശ്വാസങ്ങളുടെ തേൻ കൂടിയിരിക്കുന്നത് കുത്തിനോവിക്കാനുള്ള മുള്ളുകളുള്ള മരത്തിലാണെന്ന് നനച്ചില്ല. ആകെ മുഖം വിളറിയിരിക്കണല്ലോ. എന്തേ അങ്ങയുടെ വാക്കുകളിൽ ഒരു നൊമ്പരത്തിന്റെ ചാഞ്ചല്യം? കൂടപ്പിറപ്പെന്ന് നനയ്ക്കുന്നവരെ മനസ്സിലാക്കാൻ നോമിന് വയ്യാണ്ടായിരിക്കണോ പാറൂട്ടിയെ? എന്റെ തമ്പുരാന്റെ മനസ്സ് മറ്റാരെക്കാളും ഈ ഉള്ളവൾക്കറിയില്ലേ? മനോവിഷമുണ്ടാക്കണ വാക്കുകളിൽ ആ മനസ്സ് വേദനിക്കാൻ പാടില്ല. അങ്ങനെ കാലങ്ങളോളം
മറ്റാരും കാണാതെ അകത്തളങ്ങളിൽ വിഷമിച്ചില്ലേ നാം? ഇനിയും അത് വേണോ? സ്നേഹിക്കുന്നവർ തരുന്ന വേദനയാണ് പാറൂട്ടിയെ മരണവേദനയേക്കാൾ വലുത്. അത് മാറാൻ കാലങ്ങളെടുക്കും. നിമിഷ നേരം കൊണ്ടില്ലാണ്ടാവണ ജീവിതം പോലെ ആവില്ലേ അത്. ആരോടും സ്നേഹം ചോദിച്ചു വാങ്ങാറില്ല എന്റെ തമ്പുരാൻ. എന്റെ തമ്പുരാന്റെ സ്നേഹം ലഭിക്കാനുള്ള അർഹത അവർക്കില്ലാന്ന് കരുതിയാ മതി. സാരല്ല പാറൂട്ടിയെ. അവിടുന്ന് വന്നാലും നമ്മുടെ ഉണ്ണി ഉണർന്നിട്ടുണ്ടാവും.